പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്വിസ് മത്സരം സിറാഫിക് ഗേൾസ് ഹൈസ്കൂളിൽ നടത്തി. ഫോറം ചെയർമാൻ ആന്റോ തൊറേൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മത്സരങ്ങൾ അനിവാര്യമാണെന്നും ഊതിക്കാച്ചിയ പൊന്നിന് തുല്യമായി ശോഭ കെടാതെ ജവഹർലാൽ നെഹ്റു ഉദിച്ചുയർന്നുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് സിസ്റ്റർ ലിസറ്റ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CT ജോസ്, VK പ്രദീപ്, പ്രോഗ്രാം കോർഡിനേറ്റർ നിസാർ കുമ്മകണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. PU രാമദാസ്, അശ്വതി വാസുദേവൻ എന്നിവർ ക്വിസ് മത്സരം നയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം GHSS പെരിങ്ങോട്ടുകരയിലെ മെഹ്റിൻ അഞ്ജന ദേവി ടീം കരസ്ഥമാക്കി. രണ്ടാം സ്ഥാനം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻപീടികയിലെ ആയിഷ P, നൌഷാദ് ആൻഡ്രിയ ടീം എന്നിവർ നേടി. മൂന്നാം സ്ഥാനം ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ ശ്രിയ TA, ശ്യാമിലി കൃഷ്ണ ടീം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സിറാഫിക് ഗേൾസ് ഹൈസ്കൂൾ പെരിങ്ങോട്ടുകരയിലെ ഷരാര സാദ്, അൻസിന P മനോജ് എന്നിവർ നേടി. രണ്ടാം സ്ഥാനം ഹൈസ്കൂൾ അന്തിക്കാട് ദേവനാരായൺ PS, ധർമ്മിക് ദ്വേദാത് PU എന്നിവർ കരസ്ഥമാക്കി. മൂന്നാം സ്ഥാനം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പുത്തൻപീടികയിലെ ഇമാനുവൽ, കെൽവിൻ AP ടീം എന്നിവർക്കാണ് ലഭിച്ചത്. അപ്പോ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സമ്മാനം കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വളരെയധികം പേര് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട്.